നമ്മളോട് സംസാരിക്കുന്നത് മുൻ എംപിയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ PK ബിജു സഖാവാണ്. സഖാവിനെ ആവേശപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭീഷണമായ സാമ്പത്തിക അസമത്വം എന്ന വിഷയം അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വികാസ് റാവലാണ്. സഖാവിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ലിംഗപരമായ അസമത്വം ഇന്ത്യയിൽ എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോട് വിഷയം അവതരിപ്പിക്കുന്നത് കേരള പ്ലാനിംഗ് ബോർഡ് അംഗം സഖാവ് ശ്രീമതി പ്രൊഫസർ മിനി സുകുമാരനാണ്. മിനി സുകുമാരൻ മേഡത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രസിദ്ധീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ സിയാവുദ്ദീൻ സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. ഈ EMS സ്മൃതി ആവേശകരമാക്കി തീർക്കാൻ വേണ്ടി ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും സംഘാടക സമിതിയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി മാഷെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. സാമൂഹ്യനീതി ഇന്ത്യയിൽ എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് സഖാവ് ഡോക്ടർ PK ബിജുവിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന പ്രൊഫസർ രവീന്ദ്രനാഥ് മാഷ്, വിഷയം അവതരിപ്പിച്ചുകൊണ്ട് എന്നോടൊപ്പം സംസാരിക്കുന്ന ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പ്രൊഫസർ വികാസ് റാവൽ, കേരള പ്ലാനിംഗ് ബോർഡ് മെമ്പർ പ്രൊഫസർ മിനി സുകുമാർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാർ, EMS സ്മൃതി നമ്മുടെ രാജ്യത്ത് ശ്രദ്ധേയമായ പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ഒന്നായി തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ജനങ്ങളുടെ ഇടയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷങ്ങൾ കഴിയും തോറും EMS സ്മൃതിയുടെ പങ്കാളിത്തം മുമ്പത്തേക്കാൾ കൂടുതലായി വർദ്ധിച്ചു വരുന്നത്. പ്രധാനമായും നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളാണ് EMS സ്മൃതിക്ക് ആശയമായി തീരാറുള്ളത്. ഇന്നത്തെ ഉച്ചകഴിഞ്ഞുള്ള രണ്ടാമത്തെ മേഖലയാണ് അസമത്വ ലോകത്തെ സംബന്ധിച്ച് 3 വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ സെമിനാറിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാമൂഹ്യനീതി ഇന്ത്യയിൽ, ഭീഷണമായ സാമ്പത്തികമായ അസമത്വം, ലിംഗപരമായ അസമത്വം ഇന്ത്യയിൽ, ഈ 3 വിഷയങ്ങളാണ് ഇന്ന് ഈ സെഷനിൽ കൈകാര്യം ചെയ്യുന്നത്. സാമൂഹ്യനീതി ഇന്ത്യയിൽ എന്ന വിഷയമാണ് സംഘാടകർ എനിക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. സാമൂഹ്യനീതി ഏറെ ചർച്ച ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ എന്താണ് ഈ സാമൂഹ്യനീതി? രാഷ്ട്രങ്ങൾക്കകത്തും രാജ്യങ്ങൾക്കിടയിലും സമാധാനവും സമൃദ്ധമായ സഹവർത്തിത്വവും ഉറപ്പാക്കുന്നതിനുള്ള അടിസ്ഥാനമായ തത്വമാണ് സാമൂഹ്യനീതി എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ലിംഗം, പ്രായം, വംശം, മതം, സംസ്കാരം ഇതിനെല്ലാം മറികടക്കാനുള്ള
ഒരവബോധം സൃഷ്ടിക്കാൻ, അങ്ങനെയുള്ളൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിപരമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കാണ് സാമൂഹ്യനീതിക്കുള്ളത്. 1948 ഐക്യരാഷ്ട്ര സഭയുടെ തന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഈ സാമൂഹ്യനീതി എന്ന ആശയം എടുത്തു പറയുകയുണ്ടായി. ന്യായവും നീതിയും സമൂഹങ്ങൾ സൃഷ്ടിക്കാൻ രാജ്യത്തിൻ്റെ വഴികാട്ടിയാണ് സാമൂഹ്യനീതി എന്നാണ് അത് ചൂണ്ടിക്കാണിച്ചത്. അപ്പം എല്ലാ മനുഷ്യരും സ്വതന്ത്രരും അന്തസ്സുള്ളവരും അവകാശത്തിൽ തുല്യത ഉള്ളവരും അവർക്ക് പരസ്പരം സാഹോദര്യത്തോടെ പ്രവർത്തിക്കാനുമാവണം എന്നതാണ് ഇത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം നോക്കിയാൽ 1947 രാജ്യം സ്വതന്ത്രമായി, നമുക്ക് സ്വന്തമായി ഒരു ഭരണഘടന എഴുതപ്പെട്ടു. ആ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ചില പദങ്ങളുണ്ട്. അതൊന്ന് ജനാധിപത്യമാണ്, മറ്റൊന്ന് മതനിരപേക്ഷതയാണ്, സോഷ്യലിസമാണ്. അങ്ങനെയുള്ള ഒരു റിപ്പബ്ലിക് എന്നതാണ് ആ ഭരണഘടന തന്നെ വിവക്ഷിക്കുന്നത്. സെക്കുലറിസം അതിനുശേഷം കൂട്ടിച്ചേർത്താൽ നമുക്കറിയാം. എന്നാലും ഭരണഘടനയുടെ ഉള്ളടക്കം അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ വ്യക്തി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമെല്ലാം ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്ക് ഈ രാജ്യത്തിനായി രൂപപ്പെടുത്താൻ കഴിഞ്ഞത്. അത് തയ്യാറാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കർ തന്നെ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: ജനാധിപത്യം ഒരു ജീവിത രീതിയാണ്. അതിൻ്റെ അടിസ്ഥാന കല്ലുകൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നീതിയുമാണ്. ഇതാണ് എൻ്റെ സാമൂഹ്യ തത്വചിന്ത എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് സാമൂഹ്യനീതി യഥാർത്ഥത്തിലുള്ള തലത്തിൽ പ്രാവർത്തികമാക്കാനാവുന്നത്. അപ്പം സാമൂഹ്യനീതി എന്തൊക്കെ ഉൾച്ചേർന്നതാണ്? സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നീതിയും ഉൾച്ചേർന്നതാണ് സാമൂഹ്യനീതി എന്ന് പറയുന്നത്. അപ്പം സമത്വവും സ്വാതന്ത്ര്യവും ഇല്ലാതെ ഒരു സാമൂഹ്യനീതി ഇല്ല. അപ്പം ഇതെല്ലാം ഇഴുകിച്ചേർന്ന ഒന്ന് എന്ന നിലയിലാണ് അതിനെ രൂപപ്പെടുത്തിയത്. സമത്വമില്ലെങ്കിൽ സ്വാതന്ത്ര്യം പലർക്കും മറ്റുള്ളവരുടെ മേൽ അല്ലെങ്കിൽ കുറച്ചു പേരുടെ മേൽ ആധിപത്യം ഉണ്ടാക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കും എന്നാണ് അംബേദ്കർ തന്നെ ചൂണ്ടിക്കാണിച്ചത്. സ്വാതന്ത്ര്യമില്ലെങ്കിൽ വ്യക്തിയുടെ മുൻകൈ ശേഷിയെ പ്രയോജനപ്പെടുത്താൻ കഴിയില്ല, അത് സംഹരിക്കപ്പെടും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. സാഹോദര്യമില്ലെങ്കിൽ സമത്വവും സ്വാതന്ത്ര്യവും വെറും നാട്യങ്ങളായി മാറും എന്നാണ് അംബേദ്കർ തന്നെ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ടാണ് ഈ എല്ലാ കാര്യങ്ങളും ഉൾച്ചേരുന്ന ഒന്നായി അതിനെ അദ്ദേഹം വിവക്ഷിച്ചത്. ഇപ്പം മനുഷ്യ സമൂഹത്തിനിടയിൽ വിവിധ വ്യക്തി വിഭാഗങ്ങൾ, വിവിധ ജാതി വിഭാഗങ്ങൾ, അവർക്കിടയിൽ സാമൂഹ്യനീതിയുടെയും സാമ്പത്തിക നീതിയുടെയും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ഗവൺമെൻറ് അത് എത്ര ഗൗരവത്തോടെ നമ്മുടെ രാജ്യത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തിൽ അത് പരിഗണിച്ചിട്ടില്ല എന്നതാണ് കാണാൻ കഴിയുന്നത്. ഇപ്പം രാഷ്ട്രീയത്തിലെ ഭക്തിയും വ്യക്തിപൂജയും
രാഷ്ട്രഗാത്രത്തിന് എത്രമാത്രം ക്ഷതമേൽപ്പിക്കും എന്ന് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഭാഗം പറഞ്ഞിട്ടുള്ളത്. 950 ജനുവരി 26 നാം വൈരുദ്ധ്യങ്ങളുടെ ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. രാഷ്ട്രീയത്തിൽ നമുക്ക് സമത്വമുണ്ടാവും, സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ അതുണ്ടാവില്ല. രാഷ്ട്രീയത്തിൽ ഒരാൾക്ക് ഒരു വോട്ടിനൊരു മൂല്യം എന്ന തത്വം നാം അംഗീകരിക്കും. എന്നാൽ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ ഒരാൾക്ക് ഒരു മൂല്യം എന്ന തത്വം നിരാകരിക്കുന്നത് നാം തുറന്നുകൊണ്ടിരിക്കും. ഈ വൈരുദ്ധ്യം എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യം അപകടത്തിലാകും. അസമത്വം മൂലം നരയിക്കുന്നവർ ഈ സഭ വളരെ പാടുപെട്ടുണ്ടാക്കിയ രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ ഘടനയെ തകർക്കും. ഇതദ്ദേഹം സാമൂഹ്യനീതിയുടെ പ്രാധാന്യത്തെ ഊന്നി അടിവരയിട്ട് സൂചിപ്പിച്ച ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അത് വർത്തമാനകാല സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗമായി സാമൂഹ്യനീതി, ജാതി, മത വിവേചനം ഇതിനെല്ലാം എതിരായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ വിവിധ വകുപ്പുകളായും പ്രിയാമ്പിളുകളിൽ മുഖ്യമായും മാർഗനിർദ്ദേശ തത്വങ്ങളിൽ സാമൂഹ്യ വീക്ഷണത്തിൻ്റേതായ ഉള്ളടക്കവുമായി നമ്മുടെ ഭരണഘടന മാറി തന്നെ യഥാർത്ഥത്തിൽ ഡോക്ടർ അംബേദ്കറുടെ ജീവിതാനുഭവങ്ങളിൽ അദ്ദേഹം മനസ്സിലാക്കിയ, പരിചയപ്പെട്ട, അഭിമുഖീകരിച്ച കാര്യങ്ങളുടെ എല്ലാം വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സാമൂഹ്യനീതിക്കായി ഒന്നും നമ്മുടെ രാജ്യത്ത് നിർവഹിച്ചില്ല എന്നതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി പോലുള്ള കാര്യങ്ങൾ, SCP, TSP പോലുള്ള സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം കിടക്കുന്ന ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വിവിധ പദ്ധതികൾ, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ഭരണഘടനാപരമായി നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങൾ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇന്ന് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യനീതി യാഥാർത്ഥ്യമായി എന്ന് നമുക്ക് പറയാനാവില്ല. യഥാർത്ഥത്തിൽ മുമ്പത്തേക്കാൾ ഭീതിജനകമായ സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരിത്തരം ആശയങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൊറോണ കാലത്ത് പാഠപുസ്തകങ്ങളുടെ പാഠഭാഗം വെട്ടിനീക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് ഈ ജനാധിപത്യവും മതനിരപേക്ഷതയും രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ അവർക്കിഷ്ടപ്പെടാത്ത ഭാഗങ്ങളുമെല്ലാം ഒഴിവാക്കാനായിരുന്നു. അപ്പം അതിനേക്കാൾ കൂടുതൽ വിപത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വർത്തമാനകാല സംഭവങ്ങൾ കാണിക്കുന്നത്. ചരിത്രം പഠിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഇന്ന് ലോകത്തിൻ്റെ ശാസ്ത്രദർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിണാമ സിദ്ധാന്തം പുതിയ തലമുറ പഠിക്കേണ്ടതില്ല. അങ്ങനെ ശാസ്ത്രചിന്തയ്ക്കും യുക്തിചിന്തയ്ക്കും എതിരായി നമ്മുടെ രാജ്യത്തെ പഴയ ചാതുർവർണ്ണ ഘട്ടത്തിലേക്ക് നയിക്കാൻ ഉള്ള ആശയങ്ങളുടെ വലിയ തോതിലുള്ള വ്യാപനം നടക്കുന്ന ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പരിമിതമായ ജനാധിപത്യവും പരിമിതമായ സ്വാതന്ത്ര്യവുമെല്ലാം അപകടത്തിലാകുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ മതനിരപേക്ഷത, അവസര സമത്വം, ലിംഗനീതി, ഇതെല്ലാം അവർ പറയുന്നത് ഇന്ത്യയുടെ ഭാഗമല്ല. അതൊന്നും ഇതെല്ലാം പുറത്തുനിന്ന് വന്നതാണ്. നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കേണ്ട വാക്കുകളേ അല്ല. അതുകൊണ്ട് വിദേശിയായതെല്ലാം തള്ളണം എന്ന് പറയുന്നത് പോലെ മതനിരപേക്ഷതയും ജനാധിപത്യവും ലിംഗനീതിയും സമത്വവും എല്ലാം തള്ളണം എന്നതാണ് ഇന്ത്യ ഭരിക്കുന്നവർ പറയുന്നത്. അവർ പറയുന്നത് ഇതെല്ലാം നമ്മുടെ പാരമ്പര്യമായി നമ്മുടെ സംസ്കാരത്തെ തകർക്കുന്നതാണ്. നമ്മുടെ സംസ്കാരം എന്താ? അവർ പറയുന്നത് പഴയകാല സംസ്കാരമാണ്. പഴയകാല സംസ്കാരം അവർ പറയുന്നത് 1000 വർഷങ്ങൾ അല്ലെങ്കിൽ 10000 വർഷങ്ങൾ പിന്നിലുള്ള ഒരു സംസ്കാരത്തെയാണ്. ആ സംസ്കാരമാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തിൻ്റെ പുനഃസൃഷ്ടിക്കായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണ് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പഠിക്കേണ്ട. നിങ്ങൾ പഠിക്കേണ്ടത് അതിന് പിന്നിലുള്ള നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ചാണ്. പരശുരാമന് മഴുവെറിഞ്ഞാണ് കേരളമുണ്ടായത്
എന്ന് പഠിച്ചെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് മാർക്ക് കിട്ടൂ എന്ന നിലയിൽ ദശാവതാര സങ്കല്പങ്ങളെക്കുറിച്ച് പഠിക്കാൻ, അതിനുള്ള പുതിയ പാഠഭാഗങ്ങൾ നിർമ്മിക്കാനാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പാഠപുസ്തകങ്ങൾ തന്നെ മാറ്റുക, പാഠപുസ്തകങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് തയ്യാറാക്കുന്ന രീതി അവലംബിക്കുക. അതിനൊരു പുതിയ നിയമനിർമ്മാണം, അത് സാധാരണ ഒരു നിയമനിർമ്മാണം പാർലമെൻറ്റിൽ നടത്തുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കൂടുതൽ ജനസമൂഹത്തെ ബാധിക്കുന്നതാണെങ്കിൽ സ്വാഭാവികമായും ജനങ്ങളുടെ അഭിപ്രായം അതിൽ സ്വീകരിക്കും. അല്ലെങ്കിൽ സാധാരണ നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിനകത്ത് വ്യവസ്ഥയുണ്ട്. പാർലമെൻറ്റിൽ അത് അവതരിപ്പിക്കുകയും അതിൻ്റെ സ്ഥിരം സമിതികളോ അല്ലെ സെലക്ട് കമ്മിറ്റികൾക്കോ അത് വിട്ട് അവിടെ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കി അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം പാർലമെൻറ്റിനകത്ത് അവതരിപ്പിക്കുക, അവിടെയും ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കുക. അങ്ങനെയാണ് ഒരു നിയമം മഹാഭൂരിപക്ഷത്തെ ബാധിക്കുന്ന ഒരു നിയമം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചെല്ലാം ഉള്ള ഇന്ത്യയിലെ ചർച്ചകളെല്ലാം അപ്രകാരമായിരുന്നു. ഏറ്റവും പ്രസിദ്ധമായ കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇന്ത്യയിലെ വിദഗ്ധന്മാരെ മാത്രമല്ല, ലോകത്തെ വിദഗ്ധന്മാരെ കൂടി വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒന്നായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ആ ജനാധിപത്യത്തിൻ്റെ എല്ലാ സ്വഭാവവും മാറ്റിയാണ്. ഏകപക്ഷീയമായി ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ അതിൻ്റെ സാങ്കത്യം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ ശരിയായ ജനാധിപത്യം ഭൂരിപക്ഷം നോക്കിയല്ലല്ലോ. കേന്ദ്രമന്ത്രിസഭ തന്നെ പാസ്സാക്കി ഒരു നിയമം നടപ്പിലാക്കുകയാണ്, NEP 2020. അപ്പം ആ നിയമത്തിൻ്റെ ഉള്ളടക്കത്തിലെ കാര്യങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് 2020 എന്ന് പറഞ്ഞാൽ 2020 ഉണ്ടാക്കിയ ഒരു നിയമമാണ് എന്ന് നമ്മൾ വിവക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തയ്യാറാക്കിയ ഒരു നിയമത്തിൻ്റെ നടത്തിപ്പ് മാത്രമാണ് 2021 നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയത്. അപ്പം സ്വാഭാവികമായും ഇന്ന് വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ് സാമൂഹ്യ നീതിയെ സംബന്ധിച്ച് നാം ചർച്ച നടത്തുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ധാരാളം സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ് സംവരണം, പ്രത്യേക കോട്ട തീരുമാനിച്ചുകൊണ്ടുള്ള സംവരണം എന്ന തീരുമാനത്തിലേക്ക് വന്നത്. അമേരിക്കയിലാണെങ്കിൽ പ്രത്യേകമായ അഫർമേറ്റീവ് ആക്ഷനാണ്. അത് കറുത്തവർക്കും റെഡ് ഇന്ത്യക്കാർക്കുമെല്ലാം തുല്യ സമത്വം എന്നതാണ് അവർ സ്വീകരിച്ചതെങ്കിൽ ഇന്ത്യയിലെ സംവരണ സ്വഭാവം തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. ജാതി വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ? മറ്റു ജാതി വിഭാഗങ്ങൾ തമ്മിൽ ഒരകലം സൃഷ്ടിച്ച എഴുതപ്പെടാത്ത ഒരു നിയമവ്യവസ്ഥ അംഗീകരിച്ചു പോകുന്ന സമൂഹമായിരുന്നു. ഓരോ മതവിഭാഗങ്ങൾ തമ്മിൽ അവർ നേരിട്ട് സംസാരിക്കാൻ പാടില്ല, അവരിത്രയടി അകന്നു നിൽക്കാനേ പാടും, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അതെല്ലാം ഉണ്ടായി. ജാതി വ്യവസ്ഥയുടെ ഭാഗമായി ബ്രാഹ്മണ മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി മറ്റെല്ലാ വിഭാഗങ്ങളെയും ഏതാണ്ട് 50% വരുന്ന ജനവിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആ വ്യവസ്ഥ, അതാണ് ചരിത്രപരമായ പിന്നോക്കാവസ്ഥ. ആ പിന്നോക്കാവസ്ഥ മറികടക്കാതെ എല്ലാവരും ഒരുമിച്ച് ഒരു ട്രാക്കിലൂടെ ഓടിക്കാൻ കഴിയില്ല. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ പഠിക്കാനുള്ള അവസരം, ആ അവസര സമത്വം കൊടുത്തത്. തൊഴിലെടുക്കാനുള്ള അവസരം, ആ അവസരം കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ കോട്ട തീരുമാനിച്ചു. അങ്ങനെ മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിലെ സാമൂഹ്യമായ ഈ പിന്നോക്കാവസ്ഥ മാറുന്നതിന് എടുത്ത സമീപനം വ്യത്യസ്തമായിരുന്നു. അത് ഇവിടെ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ വലിയ സ്വാധീനമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാമുള്ള ഓരോ പരിഷ്കാരങ്ങളും വലിയ വലിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും സംഘടനകൾക്കുമെല്ലാം വിധേയമായ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിൽ വളരെ പ്രധാനമാണ്. EMSൻ്റെ ആദ്യത്തെ ഗവൺമെൻറ്റാണ് വളരെ പ്രധാനപ്പെട്ട 2 നിയമനിർമ്മാണങ്ങൾക്ക് 1957 അധികാരത്തിൽ വന്നതിന് ശേഷം തുടക്കം കുറിച്ചത്. അതൊന്ന് വിദ്യാഭ്യാസ അവകാശ നിയമമായിരുന്നു, മറ്റൊന്ന് ഭൂപരിഷ്കരണമായിരുന്നു. ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിലെ ജാതി വ്യവസ്ഥയുടെ അല്ലെങ്കിൽ നിലനിന്നിരുന്ന ആ മേധാവിത്വ സങ്കല്പത്തെ തകർക്കാൻ
ഉള്ള സുപ്രധാനമായ 2 നീക്കങ്ങളായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ജനകീയ പ്രതിരോധ ജാഥയുമായി ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് മലപ്പുറത്ത് നമ്മുടെ ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ മാസ്റ്റർ പ്രസംഗം നടത്തി. ഇന്ന് ഒരു വിദ്യാഭ്യാസത്തിന് ഒരു കോഴ്സിന് 100 ആൺകുട്ടികൾ ചേരുന്നുണ്ടെങ്കിൽ അതേ കോഴ്സിന് തന്നെ ചേരുന്ന പെൺകുട്ടികളുടെ എണ്ണം 180 ഇതാണ് നിലവിലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ പറഞ്ഞത്. പണ്ട് രാത്രിയിൽ മലപ്പുറത്തെ ഒരു പ്രൊഫസർ മാഷെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്, 2 കാര്യം കൂടി പറയണം. അപ്പം മാഷി ചോദിച്ചു, എന്താണ്? അതല്ല, ഇവർക്ക് ഈ 150 പെൺകുട്ടികൾക്ക് പഠിക്കാനുണ്ടായ സാഹചര്യം അവരുടെ ഉമ്മയ്ക്കും ഉമ്മുമ്മയ്ക്കും വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ടാണ് എന്നുകൂടി പറയണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇന്ന് 100 ആൺകുട്ടികൾ പഠിക്കുന്ന കോഴ്സിൽ 150 പെൺകുട്ടികൾ പഠിക്കുന്നത് 957 നാം തുടക്കം കുറിച്ച വിദ്യാഭ്യാസ വിപ്ലവകരമായ ആ പരിഷ്കാരത്തിൻ്റെ പിന്തുടർച്ചയാണ്. അതാണ് ഞാൻ പറയുന്നത്, ഒരു തുടർച്ചയാണ്, അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല മാറ്റമുണ്ടാകുന്നത്. അതാണ് EMSനെ പോലുള്ള ദിഷണാശാലികളായ മനുഷ്യർ അവരെങ്ങനെയാണ് ഒരു മാനവ സമൂഹത്തെ സൃഷ്ടിക്കാൻ ഭരണനിർവഹണം നടത്തിയത് എന്നതിൻ്റെ തെളിവാണത്. ഇതിപ്പം നമ്മളൊരു പുതിയ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മളിപ്പം അതിന് സമാനമായ ഒരു പുതിയ കാര്യം കൂടി പിണറായിയുടെ നേതൃത്വത്തിലുള്ള LDFൻ്റെ ഗവൺമെൻറ് ഇപ്പം നിർവഹിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി എന്നതാണ്. കാരണം ഭാവി ലോകം അങ്ങനെയാണ്, ഇൻ്റർനെറ്റിനെ അടിസ്ഥാനമാക്കി വിഭജിച്ചിരിക്കുകയാണ്. ഇപ്പം വിദ്യാഭ്യാസത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. നേരത്തെ ഉള്ളതുപോലെ ഡിപ്പാർട്ട്മെൻറ്റോ സ്കൂളുകളോ ഒന്നുമില്ല. ഇപ്പം ഫിസിക്കൽ, ബയോളജിക്കൽ ആൻഡ് ഡിജിറ്റൽ 3ആയി ലോകത്തെ വിദ്യാഭ്യാസ ഘടന മാറിയിരിക്കുന്നു. അപ്പം നോളജ് ഉള്ളവനാണ്, അറിവുള്ളവനാണ് ലോകത്തുനിന്ന് അതിൻ്റെ ആധിപത്യം പുലർത്തുന്നത്. ആ അറിവ് ഉണ്ടാകണമെങ്കിൽ ഈ ഡിജിറ്റൽ ലോകത്ത് നിൽക്കാൻ കഴിയുന്നവരായി ഇവർ മാറണം. ഇപ്പം സാക്ഷരതാ പ്രസ്ഥാനമൊക്കെ എങ്ങനെയാണ് കേരളത്തെ മാറ്റിയത് എന്ന് നമുക്കറിയാം. നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ മാറി മാറി കേരളത്തിൽ വരുന്ന സന്ദർഭത്തിലുണ്ടായ മാറ്റം നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. 1957 ഗവൺമെൻറ് 2 വർഷം എന്നുള്ളൂ, പക്ഷേ സുപ്രധാനമായി ഈ 2 നിയമനിർമ്മാണം. അതിനുശേഷം 80 യഥാർത്ഥത്തിൽ പട്ടിണിയായ ഒരു മനുഷ്യനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മാവേലി സ്റ്റോർ പോലുള്ള പരീക്ഷണങ്ങൾ. 96 അധികാരവും പണവും താഴേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയാസൂത്രണവും അതുപോലെ അധികാര വികേന്ദ്രീകരണവും. സാക്ഷരതാ പ്രസ്ഥാനം. 98 കുടുംബശ്രീ പ്രസ്ഥാനം. എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ അലകും പിടിയും മാറ്റി ജനാധിപത്യവൽക്കരിക്കുക എന്നതിൻ്റെ പരീക്ഷണങ്ങളാണ് യഥാർത്ഥത്തിൽ എന്നതിൻ്റെ ദീർഘദർശനത്തോടു കൂടിയുള്ള നടത്തിപ്പാണ് കേരളത്തിൽ ഓരോ ഘട്ടവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർവഹിച്ചത്. അതിൻ്റെ ഒരു പുതിയ ഘട്ടമാണ് ഞാനീ പറഞ്ഞ ഇൻ്റർനെറ്റിൻ്റെ അവകാശം മൗലിക അവകാശമായി പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് K-Phone എന്നൊരു പദ്ധതിക്ക് രൂപം കൊടുത്തത്. എന്തുകൊണ്ടാണ് ആ പദ്ധതിയെ വലതുപക്ഷം എതിർത്തത്? അവർക്ക് ആഗ്രഹിക്കുന്നത് ഈ ഡിജിറ്റൽ ഡിവൈഡ് ഇവിടെ ഉണ്ടാവണം. ഇൻ്റർനെറ്റിൻ്റെ അല്ലെ ഡിജിറ്റൽ സ്പേസിൽ കൂടുതൽ സ്വാധീനമുള്ളവരായി നേരത്തെ ഉണ്ടായിരുന്ന മേധാവിത്വ ശക്തികൾ ഇവിടെ തുടരണം. അതിനെതിരാണിത്. 20 ലക്ഷം വരുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായി അതിവേഗ ഇൻ്റർനെറ്റ് കൊടുക്കുന്നു. 40,000 സർക്കാർ ഓഫീസുകൾ എല്ലാവർക്കും ഒരേപോലെ സേവനം കൊടുക്കാൻ ഏതാണ്ട് പൂർണ്ണമായും സൗജന്യമായി പ്രവർത്തിക്കുന്നു. മറ്റുള്ളവർക്ക് നിലവിലുള്ളതിൻ്റെ ഈ കോർപ്പറേറ്റ് നീരാളി പിടുത്തത്തിനപ്പുറത്ത് വളരെ കുറഞ്ഞ ചിലവിൽ ഇൻ്റർനെറ്റ് സൗകര്യം ഒരുക്കുന്നു. ഇന്ന് രാജ്യത്ത് 94% സർക്കാർ സ്കൂളുകളിൽ ഇൻ്റർനെറ്റുള്ള ഏക സംസ്ഥാനം കേരളമാണ്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. വിദ്യാഭ്യാസ രംഗത്ത് നാം നടപ്പിലാക്കിയ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായ നേട്ടമെന്താ? ഇന്ന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും മികച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ്. നമ്മുടെ 14 ജില്ലകളിലും SSLC റിസൾട്ട് പരിശോധിക്കുമ്പോൾ 99 മേലെയാണെല്ലാം. ഒരു 20 വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റുള്ള പോക്കാണ്. കോവിഡ് കാലത്ത് 60 ദശലക്ഷം കുട്ടികൾ ഇന്ത്യയിൽ സ്കൂൾ ഉപേക്ഷിച്ചു. എന്നാൽ കേരളത്തിൽ 11 ലക്ഷം കുട്ടികൾ കൂടി. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ കേരളം വിദ്യാസമ്പന്നമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ
കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ വിടവില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേരളത്തെ പോലെ ആയിരിക്കില്ല, മിച്ച സംസ്ഥാനങ്ങളുണ്ടാവും. കാരണം ഒരു പണവും ചെലവഴിക്കാതെ ആ പണം ഖജാനയിൽ സൂക്ഷിക്കുന്ന സംസ്ഥാനമുണ്ട്. നമ്മൾ പക്ഷേ കമ്മി ബഡ്ജറ്റായിരിക്കും അവതരിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ ആ ബഡ്ജറ്റ് ആർക്ക് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത്? മഹാഭൂരിപക്ഷം വരുന്ന ദുർബലരായ മനുഷ്യരെ സമൂഹത്തിൽ തുല്യതയുള്ളവരാക്കി മാറ്റുക എന്ന പ്രവർത്തനം. അതാണ് വിദ്യാഭ്യാസ രംഗത്ത് 94% ഇൻ്റർനെറ്റ് സൗകര്യമുള്ള ഗവൺമെൻറ് സ്കൂളുള്ള ഏക സംസ്ഥാനമായി കേരളം മാറുന്നത്. എല്ലാവരുടെയും വീടുകളിലെടുത്ത് അവർക്ക് ആക്സസിബിലിറ്റി ഉള്ള ഒരു സ്കൂൾ ഉണ്ടാകുന്നത്. 5 വയസ്സായ ഒരു കുട്ടിയും സ്കൂളിൽ പോകാതിരിക്കുന്ന ഏക സംസ്ഥാനമായി കേരളം മാറുന്നത്. ഇതൊരു വലിയ മാറ്റമാണ്. ഞാൻ പറഞ്ഞത് മാറി മാറി നമുക്ക് കേരളത്തിൽ ഭരണത്തിൽ അവസരമുണ്ടായോ? ആ അവസരമുണ്ടാകുമ്പോൾ സാമൂഹ്യനീതി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനായി എന്നതാണ് ഇന്ന് കേരളം രാജ്യത്തെ ഏറ്റവും മികച്ച വികസിച്ച സമൂഹമായി മാറാനിടയാക്കിയിട്ടുള്ളത്. ഏറ്റവും മികച്ച ജനാധിപത്യമുള്ള പ്രദേശമായി നമുക്ക് മാറാൻ കഴിഞ്ഞു. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. ഒന്നും വ്യത്യസ്തമല്ല, പരസ്പര പൂരകമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു മാറ്റം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങൾക്കാൾ വ്യത്യസ്തമായ ഒരു സാമൂഹ്യ മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചു എന്നതാണ് എടുത്ത് പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ ഈ ഒരു മാറ്റം സാമൂഹ്യനീതിയുടെ വിപുലമായ വളർച്ചയ്ക്ക് സഹായമായിട്ടുണ്ട്. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും വിപുലമായ നടത്തിപ്പ് കഴിഞ്ഞ 25 വർഷത്തെ ചരിത്രം പരിശോധിച്ചപ്പോൾ കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട അടിത്തറയായി അതിന് പ്രവർത്തിക്കാനായി എന്നതാണ്. അപ്പോൾ ഓരോ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കുന്ന ഈ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയ വലിയ മാറ്റം കേരളത്തിൽ ഇന്ന് സാമൂഹ്യ നീതി പരിരക്ഷിക്കുന്നതിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കണമെന്നല്ല, വലിയ വേഗതയിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ തൊഴിൽ സ്വഭാവം തന്നെ അവശേഷിക്കില്ല എന്നാണ് കാണുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള പുതിയ സാങ്കേതിക വളർച്ചയുടെ കാലത്ത് തൊഴിലിൻ്റെ നോമൻക്ലേച്ചർ തന്നെ മാറും. ഇന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 10ാം ക്ലാസ്സിലെത്തുമ്പോൾ അവന് അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ അവന് ഇരുട്ടിലേക്കായിരിക്കും പഠിച്ചിറങ്ങുന്നത്. അപ്പം അതിന് സഹായമായ മാറ്റങ്ങളിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകുക. ഇൻ്റർനെറ്റ് ഡിവൈഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാത്ത ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ ഉള്ള പരിശ്രമം, അതിൽ സാമൂഹ്യനീതി ഉൾച്ചേർത്തുകൊണ്ട് നടപ്പിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായി എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതേ സമീപനം നമ്മൾ പരിശോധിച്ചാൽ അവരെങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് വ്യക്തമാകും. ഇപ്പോൾ കേന്ദ്ര ബജറ്റുകൾ പരിശോധിച്ചാൽ ഓരോ വർഷം കഴിയും തോറും ഇപ്പോൾ SCP TSP ഫണ്ട് ഒഴിവാക്കി, 5 ഇയർ പ്ലാൻ ഒഴിവാക്കി, റെയിൽവേ ബഡ്ജറ്റ് ഒഴിവാക്കി. ഇപ്പം അവസാനം സാമൂഹ്യനീതിയിൽ ഒരു ഘടകമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ അലോട്ട്മെൻറ്റിൽ കാര്യമായ വെട്ടിക്കുറവ്. 2021-22 98,000 കോടി ഉണ്ടായിരുന്നത് 23-24 ആയപ്പോൾ 60,000 കോടിയിലേക്ക് ചുരുക്കി. യഥാർത്ഥത്തിൽ ഒരു വർഷം നടപ്പിലാക്കുന്നതിന് 2.5 ലക്ഷം കോടി രൂപയെങ്കിലും വേണം ഈ 100 ദിവസം തൊഴിൽ കൊടുക്കാൻ. 60,000 ചുരുക്കി എന്ന് പറഞ്ഞാൽ ആ പദ്ധതി തന്നെ അപ്രസക്തമാകും. ഇന്ത്യയിലെ ഇന്നത്തെ തൊഴിൽ കമ്പോളത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് കഴിഞ്ഞ 2014 മുതൽ 23 വരെയുള്ള കണക്ക് 7.82% തൊഴിലില്ലായ്മ നിരക്ക്. ഒരു ഹെൽത്തി ഇന്നിലെയും ഇന്ത്യയുടെ ധനകാര്യമന്ത്രി പറയുന്നു, ഞങ്ങൾ
ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുന്നു എന്നാണ് അവകാശം പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ഹെൽത്തി സാമ്പത്തിക ശക്തിയാണെങ്കിൽ 2% അപ്പുറത്ത് ഈ തൊഴിലില്ലായ്മ നിരക്ക് കൂടാൻ പാടില്ല. ഇവിടെ കഴിഞ്ഞ ഏതാണ്ട് 7-8 വർഷമായി 7% മേലെയാണ്. ഇപ്പം വലിയ തോതിലുള്ള ആ പ്രതിസന്ധി നിൽക്കുകയാണ്. 7.82% എന്ന് പറഞ്ഞാൽ ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിലും ഒരുമിച്ച് ചേർക്കുമ്പോഴാണ്. നഗരമേഖലയിൽ ഇതിനേക്കാൾ കൂടി നിൽക്കുകയാണ്. ഗ്രാമീണ മേഖലയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കണക്കൂടെ വെച്ചുകൊണ്ടാണ് ഈ 8% താഴെ ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ പദ്ധതിയോടെ അവസാനിച്ചാൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് എവിടെ പോയി നിൽക്കും? 2 ഡിജിറ്റിലേക്ക് പോകും. ഇപ്പം വലിയ തോതിലുള്ള, ഇപ്പം നേരത്തെ ഇതിനു മുമ്പുള്ള ക്ലാസ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള കോർപ്പറേറ്റ് പിടിമുറുക്കത്തിൻ്റെ ഒരു ആശയമാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത്. എങ്ങനെയാണ് കോർപ്പറേറ്റ് മുതലാളിത്തം തടിച്ചു വീർക്കുന്നത്, എങ്ങനെയാണ് ക്രോണി ക്യാപിറ്റലിസം ഇന്ത്യയെ തഴച്ചു വളരുന്നത്, അതിനെ സംബന്ധിച്ചെല്ലാം രാംകുമാറും മറ്റു വിദഗ്ധരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ഇവിടെ പ്രബന്ധം അവതരിപ്പിച്ചു. എങ്ങനെയാണ് അദാനി എന്ന് പറയുന്ന ഏതാണ്ട് വളരെ ചെറിയ നിലയിലുണ്ടായിരുന്നൊരു കച്ചവടക്കാരൻ ലോകത്തെ 2ാമത്തെ സമ്പന്നനായി മാറുന്നത്? അതിങ്ങനെയാണ്. നമ്മുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കാൻ അവസരം കൊടുക്കുക. എന്നാൽ രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാഭൂരിപക്ഷം വരുന്ന സാമൂഹ്യ പിന്നോക്കാവസ്ഥയുള്ള ജനവിഭാഗത്തിൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒന്നുപോലും നിർവഹിക്കാതിരിക്കുക. SCP TSP ഫണ്ട് അവസാനിപ്പിച്ചു ഇന്ത്യ രാജ്യത്ത്. ജനസംഖ്യാനുപാതികമായി കൊടുക്കുന്ന പണം കൊടുക്കുന്നില്ല. ഇന്ന് രാജ്യത്ത് ജനസംഖ്യയേക്കാൾ കൂടുതൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് പണം വിനിയോഗിക്കുന്ന, മാറ്റിവെക്കൽ മാത്രമല്ല വിനിയോഗിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അതാണ് കേരളത്തിൻ്റെ ഈ വലിയ ഒരു മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ കഴിയുന്നത്. ഈ സാമൂഹ്യ ജീവിതത്തിൽ ഈ വ്യത്യാസമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്കാവുന്നത്. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയില്ല. രാജ്യത്തിൻ്റെ മഹാഭൂരിപക്ഷവും സമ്പത്ത്, ഏതാണ്ട് 7.5 പതിറ്റാണ്ട് കൊണ്ട് രാജ്യം നേടിയ സമ്പത്തെല്ലാം ഈ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കൊടുക്കുകയാണ്. അവർ തടിച്ചു വീഴുകയാണ്. മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവരുടെ എല്ലാ സഹായങ്ങളും അവസാനിപ്പിക്കുക. അതിന് വലിയ തോതിലുള്ള ചർച്ച കൊണ്ടുവരും. സംവരണത്തിന് ആവശ്യമുണ്ടോ? ഈ സാമൂഹ്യനീതിയുടെ ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ തെറ്റായ കാര്യമാണ് എന്നുള്ള പ്രതീതി സമൂഹത്തിൽ സൃഷ്ടിക്കുകയാണ്. സോഷ്യൽ ഇക്വിറ്റി, ഇൻക്ലൂസീവ് ആക്കുക, ഇതൊന്നും നമുക്ക് കേൾക്കാൻ കഴിയാത്ത വാക്കുകളായി സമൂഹത്തെ പരിചയപ്പെടുത്തുക. അതാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നവർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പട്ടികജാതി ജനവിഭാഗങ്ങൾ മാത്രമല്ല, ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ, അവർക്ക് ഇന്ത്യയുടെ ഭരണഘടനാപരമായി കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക. ഇപ്പം സച്ചാർ കമ്മിറ്റിയെ അവർ നേരത്തെ തന്നെ തിരസ്കരിച്ചു BJP ഗവൺമെൻറ്. മാത്രമല്ല ന്യൂനപക്ഷ ക്ഷേമത്തിനായി വകയിരുത്തിക്കൊണ്ടിരുന്നത് നേരെ പകുതിയായി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായി അവസാനിപ്പിച്ചു. അപ്പം അതെല്ലാം കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്രം അവസാനിപ്പിച്ചാലും അത് ഞങ്ങൾ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് പൊതുവെ രാജ്യത്തെ ഗവൺമെൻറ്റും അവരൊരു കോർപ്പറേറ്റ് വിധേയത്വമുള്ള ഗവൺമെൻറ്റായി നിൽക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് വിവിധ പദ്ധതികളിലൂടെ നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുകയാണ്. അതുകൊണ്ടാണ് അമർത്യ സെന്നെ പോലുള്ള നോബൽ സമ്മാന ജേതാവ്, വിഖ്യാതനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞത് കേരള മോഡൽ ആണ് എനിക്ക് ഗുജറാത്ത് മോഡലിനേക്കാൾ ഇഷ്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരള മോഡലിൻ്റെ സവിശേഷതയാണ് ഏത് സാധാരണക്കാരുടെ ജീവിക്കുന്ന പ്രദേശത്ത് ചെന്നാലും നമ്മുടെ വികസനത്തിൻ്റെ വളർച്ചയുടെ സ്വാദ് അവർക്ക് ലഭിക്കുന്നു എന്നതാണ്. ഏത് ക്രോസ് സെക്ഷൻ എടുത്താലും അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതുകൊണ്ട് സാമൂഹ്യനീതി നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് കണ്ടുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്തതുപോലെ അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനം
അതിനെതിരെ നിൽക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടി നടത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ജനസമൂഹത്തിൻ്റെ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ മറികടക്കാനാവൂ എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള ഈ വലിയ വിടവ് അതിനെ മറികടക്കാൻ അതിനെതിരായിട്ടുള്ള ജനാധിപത്യ പോരാട്ടങ്ങൾക്കാണ് സാധിക്കുക എന്നതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ആ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ഈ സെമിനാർ ഊർജം പകരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ എൻ്റെ ചെറിയ ഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ പി കെ ബിജു. ലിംഗപരമായ അസമത്വം ഇന്ത്യയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള പ്ലാനിംഗ് ബോർഡ് അംഗം പ്രൊഫസർ മിനി സുകുമാർ സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രവീന്ദ്രനാഥ് മാഷ്, എൻ്റെ സഹ പാനലിസ്റ്റുകളായിട്ടുള്ള ബിജു, പ്രൊഫസർ വികാസ് റാവൽ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, സമയം വളരെ കുറവായതുകൊണ്ട് വളരെ ഹ്രസ്വമായ ഒരു സംസാരം മാത്രമാണ് സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ സെഷൻ നീണ്ടുപോവുകയും എനിക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ സമയം അടുക്കുകയും ചെയ്തതുകൊണ്ട് അതിന് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ തെറ്റല്ലെങ്കിലും ക്ഷമ ചോദിക്കുന്നു. ഈ EMS സ്മൃതി സെമിനാറിൽ സംസാരിക്കാനൊരു അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ആദ്യമായാണ് ഞാൻ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതും അതിൽ സംസാരിക്കാനൊരു അവസരം ലഭിക്കുന്നതും. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിന് കാരണക്കാരായ ഇതിൻ്റെ സംഘാടകരായ എല്ലാ സഖാക്കളോടുമുള്ള പ്രത്യേക നന്ദി ആദ്യം തന്നെ പറയട്ടെ. എനിക്ക് സംസാരിക്കാനായി തന്നിരിക്കുന്ന വിഷയം ലിംഗപരമായ അസമത്വം ഇന്ത്യയിൽ എന്നുള്ളതാണ്. ഈ സെഷൻ്റെ പൊതുവായ ഒരു തീം എന്നുള്ളതും അസമത്വങ്ങളുടെ ലോകം എന്നുള്ളതുമാണ്. അതിൽ സാമ്പത്തികമായ അസമത്വങ്ങളെക്കുറിച്ചും ലിംഗപദവിയെക്കുറിച്ചും അതുപോലെ തന്നെ സാമൂഹ്യനീതിയെക്കുറിച്ചും ബിജു ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന സാമ്പത്തികമായ അസമത്വങ്ങളുടെ ലോകവും സാമൂഹ്യനീതിയുടെ അസമത്വങ്ങളുടെ ലോകവും എല്ലാം കൂടിച്ചേർന്നതും എന്നാൽ അതിനെയെല്ലാം അവയിലെല്ലാം തന്നെ സങ്കീർണമായി ഇടകലർന്നിരിക്കുന്നതുമായ ഒന്നായിട്ടാണ് ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അസമത്വങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസാരങ്ങളുടെ എല്ലാം, ഇതിനു മുൻപുള്ള സംസാരങ്ങളുടെ എല്ലാം തന്നെ ഒരു അവിഭാജ്യ ഘടകമായി അതിനുള്ളിൽ തന്നെ നിൽക്കുന്ന ഒന്നായി വേണം നമുക്ക് ലിംഗപദവി ബന്ധങ്ങളെയും അത് സൃഷ്ടിക്കുന്ന അസമത്വങ്ങളെയും കാണാൻ എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ലിംഗ അസമത്വങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ളത്. കാരണം ലിംഗപരമായ അസമത്വങ്ങൾ എന്ന് പറയുന്നത് അത് ആ ലിംഗപദവിയാൽ മാത്രം നിർണ്ണയിക്കപ്പെടുന്നതല്ല, അതിനെ ശക്തിപ്പെടുത്തുന്നതും അത് സൃഷ്ടിക്കുന്നതുമായ മറ്റ് അനവധി ഘടകങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് സമൂഹത്തിൽ ഓരോ സ്ത്രീയും മറ്റ് ചെറിയ ലിംഗവിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളുമെല്ലാം അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടി ഒരു ആകത്തുകയിൽ ചേർന്നതാണ്. അതുപോലെ ഇന്ത്യയിലേതുപോലെ വളരെയധികം ശ്രേണീബദ്ധമായ അധികാരഘടനകൾ നിലനിൽക്കുകയും ജാതി, വർഗം, വർണ്ണം എന്നിങ്ങനെയുള്ള പല രീതിയിലുള്ള അവയുടെ എല്ലാം പല രീതിയിലുള്ള പ്രയോഗങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന അതിസങ്കീർണമായ സാമൂഹ്യ ഘടനയുള്ള ഒരു സമൂഹത്തിൽ ലിംഗപദവി ബന്ധങ്ങൾ രൂപം കൊള്ളുന്നത് തന്നെ ഇവയുടെ എല്ലാം ശക്തമായ പ്രവർത്തനങ്ങളാലാണ്. അപ്പോൾ കേവലമായി എടുത്ത് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒന്നല്ല ലിംഗപദവി പ്രശ്നങ്ങളും ലിംഗപരമായ അസമത്വങ്ങളും. പലപ്പോഴും നമ്മുടെ ചർച്ചകളിലെല്ലാം വരുന്ന സ്ത്രീ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പൊതുവിൽ സംസാരിക്കുന്ന കാര്യങ്ങളുടെ അതിൻ്റെ ഒരു വ്യവഹാര രീതി തന്നെ ഇന്ന് മാറിയിട്ടുണ്ട്. അതിനെ കാണുന്ന രീതി, അതിനെ വിശകലനം ചെയ്യുന്ന അതിൻ്റെ വിശകലന മാതൃകകൾ മാറിയിട്ടുണ്ട്. ആ വിശകലനം ചെയ്യുന്ന രീതിയിലൂടെ നമ്മൾ കണ്ടെത്തുന്ന പ്രശ്നങ്ങളുടെ അതിന് മറ്റ്
കാര്യങ്ങളുമായി നിലനിൽക്കുന്ന ബന്ധങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾ എന്ന രീതിയിൽ അത് മാറിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയും നിലനിന്ന് പോരുന്ന വലിയൊരു വ്യവഹാരങ്ങളുടെ വലിയൊരു ചർച്ചയുടെ ഒരു ചരിത്രം ഇന്ത്യയിലെ ലിംഗപദവി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അത് സാമൂഹ്യ പരിഷ്കരണ കാലത്ത് സ്ത്രീകളുടെ അസ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന പല തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുമായി നീണ്ട ചരിത്രം ഇന്ത്യയിലെ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അസമത്വങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഒരു നീണ്ട ചരിത്രം നമുക്കുണ്ട്. എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടുന്ന ഒരു പ്രശ്നം, ഈ സാമൂഹ്യ പരിഷ്കരണ കാലത്ത് ഇന്ത്യയിലാകമാനം, കേരളത്തിലെ സ്ഥിതി കുറച്ച് വ്യത്യസ്തമാണെങ്കിൽ തന്നെ ഇന്ത്യയിലാകമാനം അക്കാലത്ത് രൂപപ്പെട്ടു വന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിൻ്റെ സ്വാധീനം ഈ സ്ത്രീകളുടെ ഒരു സ്ത്രീത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ആലോചനകളെയെല്ലാം തന്നെ ആഴത്തിൽ സ്വാധീനിക്കുകയും ഇപ്പോഴും അത് ഒരു പരിധി വരെ മാറാതെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അക്കാലത്ത് പ്രധാനമായും രൂപപ്പെട്ടു വന്ന സാമൂഹ്യമായ പരിഷ്കരണത്തിനും ഹിന്ദു സമുദായത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ പല രീതികളെയും മാറ്റാനുള്ള ശ്രമങ്ങളുടെയും വിധവാ വിവാഹം ഇല്ലാതെയാക്കാനും അല്ലെങ്കിൽ ബാല്യവിവാഹങ്ങൾ ഇല്ലാതെയാക്കാനും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാനും അങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റ് സമുദായങ്ങളിലും സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അവരുടെ വിവേചനപരമായ രീതികളെ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അക്കാലത്ത് ഒരു മുൻകൈ ലഭിച്ച സ്ത്രീത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് മുൻകൈ ലഭിച്ച ഒരു ആശയ പരിസരം പലപ്പോഴും നമ്മുടെ കൾച്ചറൽ നാഷണലിസത്തിൻ്റെ ഒരു സ്വാധീനത്തിൽ പെട്ടതായിരുന്നു എന്ന് നമുക്ക് ഇന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അതിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു സ്ത്രീത്വ മാതൃക 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും അംഗീകാരം നേടിയ ഒരു സ്ത്രീത്വ മാതൃകയിൽ ഈ ഒരു ഹിന്ദു സ്ത്രീയുടേതായ ഒരു രൂപമാതൃകയ്ക്ക് ഒരു മുൻകൈ ഉണ്ടാവുകയും അതിന് ഒരു വളരെ സ്വാഭാവികമായ രീതിയിൽ ഒരു അംഗീകാരം ഉണ്ടാവുകയും അത് കുടുംബത്തിലെ സ്ത്രീ എന്ന നിലയിലേക്കുള്ള അതിനുള്ള ഒരു അംഗീകാരം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ആശയ പരിസരം പല രീതിയിലും പിന്നീടും നമ്മുടെ ചർച്ചകളെ വളരെ കാര്യമായി സ്വാധീനിക്കുകയും ലിംഗപദവി ബന്ധങ്ങളും സ്ത്രീകളുടെ സമൂഹത്തിലെ ഒരു മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങളെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിലെല്ലാം തന്നെ ഈ ഒരു ഘടകത്തെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീകൾ പരിഷ്കരിക്കപ്പെടേണ്ട ആൾക്കാരും പരിഷ്കരണത്തിലൂടെ വന്ന് ഉത്തമ കുടുംബിനികളും ഉത്തമമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരും എപ്പോഴും നല്ലത് മാത്രം ചെയ്യുന്നവരുമൊക്കെ ആവേണ്ടതാണെന്നുള്ളൊരു ഒരു ചിത്രത്തിനാണ് അതിന് മുൻതൂക്കം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്ത്രീകളെ ഒരൊറ്റ വിഭാഗമായി കാണാനും എല്ലാ സ്ത്രീകളുടെയും അനുഭവങ്ങളും എല്ലാ സ്ത്രീകളുടെയും അവസ്ഥയും ഒരുപോലെയാണെന്ന് കാണാനുമുള്ള ഒരു ശ്രമവും ഒരു രീതിയും ഇതിനിടയിൽ വന്നു പോയിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ ഒരു വ്യത്യസ്തമായ രീതികൾ ഉണ്ടായി വന്നിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരകാലത്തും പിന്നീടുണ്ടായ പല രാഷ്ട്രീയ സമരങ്ങളിലും സ്ത്രീകളുടെ ഒരു വളരെ ശക്തമായ സ്വാധീനം, അതുപോലെ തന്നെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള സമരങ്ങൾ, തൊഴിലാളി സമരങ്ങളിലൂടെ വളർന്നു വന്ന സ്ത്രീ നേതാക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിവിധ തരം ചർച്ചകൾ, ഇതൊക്കെ തന്നെ അതിൽ ഈ ഒരു മൊത്തത്തിലുള്ള ചർച്ചയ്ക്ക് ഒരു വഴിതിരിവ് അല്ലെങ്കിൽ അതിനൊരു വ്യത്യസ്തത നൽകാൻ അത് കാരണമായിട്ടുണ്ട്. എങ്കിലും പൊതുവേ ഈ പരിഷ്കരണം എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. സ്ത്രീകളുടെ അവരുടെ പൗരാവകാശങ്ങൾ, സ്ത്രീകളുടെ തുല്യാവകാശങ്ങൾ എന്നുള്ള അതിനേക്കാൾ അധികം
സ്ത്രീകളുടെ ക്ഷേമം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് പലതരത്തിലുള്ള സഹായക പദ്ധതികൾ, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് കൂടുതൽ ഒരു മുൻഗണന സ്വതന്ത്ര ഇന്ത്യയിൽ ലഭിച്ചത്. എന്നാൽ ഇത് സ്ത്രീ സമൂഹത്തെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു എന്നുള്ളതും വസ്തുതയാണ്. അപ്പോഴും ഈ ഒരു ആശയ പരിസരത്തിൻ്റെ സ്വാധീനം, ഒരു ഉത്തമ സ്ത്രീ എന്നുള്ള ആ ഒരു സ്വാധീനം, അതൊരു ഉത്തമ ഹിന്ദു സ്ത്രീ എന്ന് വായിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്വാധീനം നിലനിന്നു എന്നുള്ളതും പ്രധാനമാണ്. ഈ ഒരു രീതിയിൽ സ്ത്രീകളെ ഒരു വെൽഫെയറിൻ്റെ ഒരു ചട്ടക്കൂട്ടിൽ കാണുകയും സ്ത്രീകൾക്ക് പരിഷ്കരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് കാണുകയും ചെയ്യുന്ന ഈ ചർച്ചകൾക്ക് ഒരു പരിധിവരെ ഒരു വലിയ മാറ്റമുണ്ടാക്കിയത് 1970കളിൽ ഉണ്ടായി വന്നിട്ടുള്ള മറ്റ് പലതരത്തിലുള്ള ചർച്ചകളും കൂടി ചേർന്നിട്ടാണ്. അതിലേറ്റവും പ്രധാനം 1974 ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റി ഓൺ ദി സ്റ്റേറ്റസ് ഓഫ് വിമൻ എന്ന് പറയുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്ന ടുവേർഡ്സ് ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ റിപ്പോർട്ടായിരുന്നു. ഇവിടെ കഴിഞ്ഞ സെഷനിൽ സുരജിത് മസുംദാറിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഡോക്ടർ ബിന്ദു സൂചിപ്പിച്ച വീണ മജുംദാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന ഒരു കമ്മിറ്റിയാണ് ആ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ആ റിപ്പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലെ ലിംഗപദവി ബന്ധങ്ങളെ സാമൂഹ്യമായ പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാണാൻ, സാമൂഹ്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ, സാമൂഹ്യമായ ഘടനകളുടെ അടിസ്ഥാനത്തിൽ കാണാനും വിവിധ മേഖലകളിൽ ഉള്ള അതിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനുമുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ അതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ടുവേർഡ്സ് ഇക്വാലിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ കമ്മിറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. Any assessment of the status of women cannot be done outside the social framework. We have therefore based our inquiry keeping in mind the diversities and inequalities that prevailed in our society. ഈ ഡൈവേഴ്സിറ്റീസ് ആൻഡ് ഇന്നിക്വാലിറ്റീസ് എന്നുള്ള ആ ഒരു ഫ്രെയിംവർക്ക്, വ്യത്യസ്തതകളും അതുപോലെ തന്നെ അസമത്വങ്ങളും, സ്ത്രീകൾ എന്ന് പറയുന്ന സമൂഹം വ്യത്യസ്തതകൾ നിറഞ്ഞതാണെന്നും ആ വ്യത്യസ്തതകളെ അടയാളപ്പെടുത്തുന്നതിൽ പലതരത്തിലുള്ള അധികാര ബന്ധങ്ങൾക്കും ജാതി മത ഘടനകൾക്കും സ്വാധീനമുണ്ടെന്നും അതുപോലെ തന്നെ ഇവയെ സൃഷ്ടിക്കുന്ന അസമത്വങ്ങളുടെ ലോകം എന്ന് പറയുന്നത് പ്രധാനമാണെന്നും ഉള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുവരാൻ ഈ ഒരു കാഴ്ചപ്പാടിന് സാധിച്ചു. ഈ ഒരു ഫ്രെയിംവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ഈ ഒരു കാഴ്ചപ്പാടിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യം, സ്ത്രീകളെ സംബന്ധിച്ച് ഇത്രയും കാലം അവർക്ക് ഉണ്ട് എന്ന് പറയപ്പെട്ടിരുന്ന പലതരം അവകാശങ്ങളെ അവ യഥാർത്ഥമായി അനുഭവിപ്പിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ഉദ്ദേശമെന്നും അവർ പറയുന്നുണ്ട്. അവർ റെക്കമെൻഡേഷൻസ് ആർ മെയ്ഡ് പ്രൈമർലി വിത്ത് എ വ്യൂ ഓഫ് മേക്കിംഗ് ദീസ് റൈറ്റ്സ് മോർ റിയൽ ആൻഡ് മീനിങ് സ്ത്രീകൾക്ക് ഇന്ത്യൻ ഭരണഘടന നൽകിയ അവകാശങ്ങൾ, ഇന്ത്യയിലെ ഇത്രയും കാലത്തെ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനത്തിലൂടെ വന്നിട്ടുള്ള നിയമങ്ങൾ, പലതരത്തിലുള്ള സഹായക സംവിധാനങ്ങൾ, ഇവയെല്ലാം സ്ത്രീകൾക്കായി നൽകുമെന്ന് പ്രോമിസ് ചെയ്യപ്പെടുന്ന പലതരം അവകാശങ്ങളെ റിയലായും മീനിങ് ഫുള്ളായും എങ്ങനെ അനുഭവിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിൽ ബേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വയ്ക്കുന്നതെന്ന് അവരെടുത്തു പറയുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു കാലഘട്ടം മുതൽ ലിംഗപദവി ബന്ധങ്ങളെ കുറച്ചുകൂടി ആഴത്തിലും കുറച്ചുകൂടി വിശകലനപരമായും കാണാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളെയും വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളിൽ നിലനിൽക്കുന്ന അധികാരഘടന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെയും എല്ലാം കാണാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പൊതുവിൽ ഈ ലിംഗവിവേചനവുമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് വിവിധ തരത്തിലുള്ള മറ്റ് അസമത്വ മാതൃകകളുമായി കൂടി യോജിപ്പിച്ചുകൊണ്ട് മാത്രമേ വിശകലനം ചെയ്യാൻ പറ്റൂ. അത് ജാതി വ്യവസ്ഥ ഉണ്ടാക്കുന്ന അസമത്വത്തിൻ്റെ അധികാരത്തിൻ്റെ ഒരു രീതിയായാലും, അതല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായ പലതരം അധികാരഘടനകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അധികാരത്തിൻ്റെ പ്രശ്നമായാലും, ഇന്ത്യയിലെ നിലനിൽക്കുന്ന നീതിന്യായ സംവിധാനത്തിൻ്റെ സമീപനങ്ങളുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്ന കീഴ്വഴക്കങ്ങളുടെ, സാമൂഹ്യമായ കീഴ്വഴക്കങ്ങളുടെയും സാമൂഹ്യ നിയന്ത്രണങ്ങളുടെയും ഒക്കെ പേരിലുള്ള അധികാരഘടനയാണെങ്കിലും ഇതെല്ലാം കൂടി ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു അസമത്വ മാതൃകയിൽ ആണ് നമ്മുടെ ലിംഗപദവി ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലൂടെ വരികയും 1980കൾ മുതൽ തന്നെ വളരെ സജീവമായി വരുന്ന
സ്ത്രീവാദത്തിൻ്റേതായ പ്രവർത്തനങ്ങൾ, അതുപോലെ സ്ത്രീ സംഘടനകൾ, പല തരത്തിലുള്ള സ്ത്രീ സംഘടനകൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഗവേഷകരായിട്ടുള്ള പലരുടെയും പ്രയത്നങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ട് ഇടതുപക്ഷ സ്വഭാവത്തോടു കൂടി നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ പ്രശ്നങ്ങളെ കൂടുതൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്കിടയിലേക്ക് ചർച്ച കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീടുള്ള ഒരു വലിയ വഴിത്തിരിവ് എന്ന് പറയുന്നത് ലിംഗപദവി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സ്ത്രീകളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇവയെ വികസനത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ കൂടുതൽ സജീവമായി എന്നുള്ളതാണ്. ഒരു 1980-കൾ മുതലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീകളെക്കുറിച്ചുള്ള എല്ലാ ഭൂരിപക്ഷം സർക്കാർ സമീപനങ്ങളിലായാലും എല്ലാം നമ്മൾ കാണുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്ന ഒരു വികസന പ്രശ്നമാണെന്നും സ്ത്രീകളെ വികസനത്തിൽ കൂടുതൽ പങ്കാളികളാക്കുകയും വികസനത്തിൻ്റെ സജീവ പ്രവർത്തകരായി അതിൻ്റെ മാനേജേഴ്സായി ഏജൻസായി മാറ്റുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നുള്ള രീതിയിലുമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ പല ഇടങ്ങളിലും സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന പല വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് അവരുടെ ഇടങ്ങളിൽ കൂടുതൽ പ്രവർത്തനത്തിലുള്ള അവസരം നൽകിയിട്ടുണ്ട് എന്നുള്ളതൊരു വളരെ സത്യമായ കാര്യമാണ്. എങ്കിലും ഇതിനുള്ളിലും ഉപയോഗിക്കപ്പെട്ടിരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയമല്ല, ഒരു അരാഷ്ട്രീയതയുടേതായ ഒരു സമീപനവും സ്ത്രീകളെന്നാൽ എപ്പോഴും വെൽഫെയറിന് വേണ്ടി ഉള്ള ഒരു വിഭാഗമാണെന്നുള്ളൊരു കാഴ്ചപ്പാടും ആയിരുന്നു. ഈ ഒരു രീതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ പല രീതിയിൽ ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പരിധിവരെ അത് സ്ത്രീകളെ പ്രാദേശിക തലത്തിൽ വളരെ ചലനാത്മകതയുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായി മാറ്റിയിട്ടുണ്ട്. പല ഇടങ്ങളിലും ഇപ്പോൾ പഞ്ചായത്ത് രാജ് പോലുള്ള നിയമനിർമ്മാണങ്ങളിലുണ്ടായ മാറ്റത്തിലൂടെ സ്ത്രീകളുടെ പ്രാദേശിക തലത്തിലുള്ള അധികാര പങ്കാളിത്തം കൂടുതൽ വർദ്ധിപ്പിക്കാൻ അത് കാരണമായിട്ടുണ്ട്. സ്ത്രീകളുടെ സജീവമായ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാൻ അത് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാദേശികമായി ഉണ്ടായി വന്നിട്ടുള്ള നിരവധി സമരങ്ങളിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ സ്ത്രീകളുടെ ഇടപെടലുകൾ ശക്തമായി വരാൻ സാധിച്ചിട്ടുണ്ട്. പൊതുവിലുള്ള സാമൂഹ്യ വിശകലന മാതൃകകളിൽ സ്ത്രീകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സമീപന രീതികൾ അംഗീകരിക്കുന്നവരുമായ ആൾക്കാരുടെ ഇടപെടലുകളിലൂടെയുള്ള മാറ്റങ്ങളും വളരെയധികം ഉണ്ടായി വന്നിട്ടുണ്ട്. ഇന്ന് പൊതുവിൽ നമുക്ക് നോക്കിയാൽ കാണുന്നൊരു സംഗതി, ഈ ലിംഗപദവി ബന്ധങ്ങളുമായി നിലനിൽക്കുന്ന ചർച്ച അത്യധികം സങ്കീർണമായി, മുമ്പ് പറഞ്ഞതുപോലെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റീസിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളിലേക്ക് തിരിയുന്ന രീതിയിൽ ഈ ചർച്ചകൾ വളരെ ശക്തമാവുകയും മുൻ മാതൃകകളെ അതിലംഘിച്ചുകൊണ്ട്, ഈ ഉത്തമ സ്ത്രീ മാതൃകകളെ അതിലംഘിച്ചുകൊണ്ടുള്ള ചർച്ചകളിലേക്ക് അത് പോവുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് വലിയൊരു മാറ്റം. ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ലൈംഗിക തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ പല അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്നിങ്ങനെ പൗരസ്വാതന്ത്ര്യവും വ്യക്തിപരമായ അവകാശങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ചകൾക്ക് കൂടുതൽ ഒരു വിസ്തൃതി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്താകമാനം ഉണ്ടായി വന്നിരിക്കുന്ന ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ സ്വാധീനം, അതിൻ്റെ ഫലങ്ങൾ പല രീതിയിൽ വളരെ സങ്കീർണമായി ഈ ചർച്ചകളിലെല്ലാം ഇഴചേർന്ന് കിടക്കുന്നു എന്നുള്ളതും നമ്മൾക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല. കാരണം പലപ്പോഴും ഈ ഒരു കമ്മ്യൂണലിസവുമായി ബന്ധപ്പെട്ട വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും വളരെ സജീവമായ സാന്നിധ്യമായി സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം സ്ത്രീകളുടെ ഒരു ഏജൻസിയെക്കുറിച്ചും സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ സ്വാഭാവികമായും അത് കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പല രീതിയിലുള്ള ഇത്തരം കമ്മ്യൂണൽ വിഭാഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവയിലെല്ലാം കാര്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനുമുള്ള ഒരു രീതി ഇന്ന് വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും ഈ ഒരു പൊതു സമ്മതി നേടുന്ന സ്ത്രീകൾ എന്ത് ചെയ്യണമെന്നുള്ളതെങ്കിൽ സ്ത്രീകളുടെ ഒരു റോൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള പൊതുസമ്മതി നേടുന്ന തരത്തിലുള്ള ഒരു സാംസ്കാരിക പരിസരം ഇപ്പോഴും നമുക്ക് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. ശബരിമല സമരത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്ത്രീകൾക്കിടയിൽ തന്നെ വളരെ ശക്തമായി നടന്ന ഒരു ആശയ സംവാദമായിരുന്നു. സ്ത്രീകളിൽ തന്നെ ഒരു വിഭാഗം ഞങ്ങൾക്ക്
ഈ ശാരീരികമായ പ്രത്യേകതകളെ ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ശബരിമലയിൽ പോവാതിരിക്കാനുള്ള അവകാശമുണ്ട്, അത് ഞങ്ങളുടെ പൗരാവകാശത്തിൽ പെട്ടതാണ് എന്ന് പറയുകയും റെഡി ടു വെയിറ്റ് ക്യാമ്പയിൻ വളരെ ശക്തമായി സ്ത്രീകൾക്കിടയിൽ നടക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. വളരെ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾക്കിടയിൽ തന്നെയാണ് ഈ റെഡി ടു വെയിറ്റ് ക്യാമ്പയിന് വലിയൊരു പ്രാതിനിധ്യം ഉണ്ടായത്. അതിന് ബദലായി റെഡി ടു ബ്ലീഡ് ക്യാമ്പയിനും ഉണ്ടായി എങ്കിലും ഈ പറയുന്ന ഇത്തരം ആശയങ്ങൾക്ക് കൂടുതൽ സമ്മതി നേടുന്ന ഒരു അന്തരീക്ഷവും കൂടി അവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഞാൻ ആദ്യം പറഞ്ഞ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ബാധ ഇപ്പോഴും നമ്മളെ ഒരു ഇതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. പലപ്പോഴും ലിംഗപദവി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം തന്നെ ഇതൊരു വളരെ സംഘർഷാത്മകമായ ഒരു സംഗതിയായി നിലനിൽക്കുകയും പലപ്പോഴും ആ ഒരു സംഗതിയെ ആ ഒരു പ്രശ്നത്തെ നമുക്ക് റിസോൾവ് ചെയ്യാൻ സാധിക്കാതെ, അതിനെ പരിഹരിക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോകേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥയും ഉണ്ട്. അപ്പോൾ വളരെ ലളിതമായി കാണുന്ന രീതിയിലല്ല ഈ ലിംഗപരമായ അസമത്വത്തെക്കുറിച്ചുള്ള അതിനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അവയെല്ലാം തന്നെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. സ്ത്രീകളുടെ സമൂഹത്തിലുള്ള പങ്കാളിത്തം വർദ്ധിക്കുകയും പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിലും ഒക്കെ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി സ്ത്രീകൾ വളരെ സജീവമായ ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി ആണ് എന്ന രീതിയിലുള്ള തിരിച്ചറിവ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അത് വളരെ പ്രതിലോമപരമായ കാര്യങ്ങൾക്കും അത് വളരെ ശക്തമായ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അതിനൊരു ഉന്മേഷം നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ ആവില്ല. വർഗീയതയുടെയും ഇത്തരം കാര്യങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രചാരകരായി സ്ത്രീകൾ മാറാനും അത് കാരണമാവുന്നുണ്ട്. ഇത് രണ്ടും നിലനിൽക്കുന്ന സ്ത്രീകളുടെ ഒരു ഏജൻസി വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇതെല്ലാം തന്നെ കൂടിക്കലർന്നു വരുന്ന ഒരു രീതിയിലേക്കാണ് ലിംഗപദവി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ആശയപരമായി നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഇത്തരം ചില ട്രെൻഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ മുൻപ് കഴിഞ്ഞ സെഷനിൽ സംസാരിച്ച നിയോ ലിബറൽ ആയിട്ടുള്ള ആശയങ്ങളുടെ അവയുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന നമ്മുടെ തൊഴിൽ ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, തൊഴിൽ മണ്ഡലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തന്നെ സ്ത്രീ ജീവിതങ്ങളെ പല രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് തന്നെ നമുക്കറിയാവുന്നതുപോലെ തൊഴിലും വീടും തമ്മിലുള്ള അകലം വളരെയധികം കുറഞ്ഞു പോവുകയും സ്ത്രീകളുടെ എല്ലാം ജോലിഭാരം പല മടങ്ങ് വർദ്ധിക്കുകയും പലപ്പോഴും വിശ്രമത്തിനും ഒന്നുമുള്ള സമയം കിട്ടാതിരിക്കുകയും ചെയ്തൊരവസ്ഥയുണ്ടായിരുന്നു. ഫ്ലെക്സി ടൈമിങ്ങുകളെക്കുറിച്ചും പലതരത്തിലുള്ള ഇൻഫോർമലായിട്ടുള്ള തൊഴിൽ രീതികളെക്കുറിച്ചുമുള്ള ചർച്ചകൾ വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അവയിൽ സ്ത്രീ തൊഴിലാളികൾ എന്ന നിലയിൽ സ്ത്രീകളുടെ ഒരു ചോയ്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് എത്രമാത്രം അതിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു, അവരുടെ ഏതെല്ലാം അവകാശങ്ങളെ അവർക്ക് സംരക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നമ്മൾ തിരിച്ചറിയേണ്ട കാലമാണ്. ഇപ്പോൾ സ്ത്രീകൾ കൂടുതലായി ഈ അഭ്യസ്തവിദ്യരായ സ്ത്രീകൾക്ക് തൊഴിലില്ലായ്മ എന്നുള്ളത് വലിയൊരു പ്രശ്നമായി നമ്മൾ തിരിച്ചറിയുകയും അതിനെ പരിഹരിക്കാൻ ഇത്തരത്തിലുള്ള പുതിയ പല പദ്ധതികളും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ ഈ ഫ്ലെക്സി ടൈമിങ്സ് ആയാലും വർക്ക് ഫ്രം ഹോം ആയാലും ഇതുപോലെയുള്ള പുതിയ തൊഴിൽ രീതികൾ, ഈ പുതിയ തൊഴിൽ രീതികൾ എങ്ങനെയെല്ലാമാണ് നിലനിൽക്കുന്ന ഒരു വീടിനുള്ളിലെ ജോലി വിഭജനത്തിൻ്റെയും കുട്ടികളെ നോക്കുന്നതിൻ്റെയും മറ്റു പല തരത്തിലുള്ള സാമ്പ്രദായികമായ അവരുടെ ഉത്തരവാദിത്തങ്ങളെ എങ്ങനെയെല്ലാം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതൊന്നും പലപ്പോഴും തൊഴിലിടങ്ങൾ ഇങ്ങനെ ചിതറിപ്പോവുകയും തൊഴിലിടങ്ങൾ പലയിടങ്ങളിലാവുകയും വീട് തന്നെ തൊഴിലിടമായി മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തൊഴിൽ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് ഇവയും അപ്രത്യക്ഷമാകേണ്ടി വരുന്ന ഒരവസ്ഥയും കൂടി ഉണ്ട്. അപ്പോൾ ലിംഗപദവി ബന്ധങ്ങളെ സംബന്ധിച്ച് ഇത്തരം പലവിധ കാര്യങ്ങൾ കൂടിച്ചേർന്ന ഒന്നാണ് സമൂഹത്തിലെ സ്ത്രീയുടെ ഒരു ഏജൻസിയെയും അവളുടെ മറ്റ് പലതരത്തിലുള്ള പങ്കാളിത്തങ്ങളെയും നിർണ്ണയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ സങ്കീർണതകളെ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏതൊരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും സ്ത്രീ പ്രസ്ഥാനങ്ങളുടെയും മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. എങ്ങനെയാണ് ഇത്രയധികം വൈവിധ്യപൂർണമായ സ്ത്രീകൾ എന്ന് പറയുന്ന വൈവിധ്യമുള്ള ഈ ഒരു വിഭാഗത്തെ, അവരുടെ വൈവിധ്യപൂർണമായ ഇത്തരം പ്രശ്നങ്ങളെ, അവരുടെ സാമൂഹ്യ നിലയെ നിർണ്ണയിക്കുന്ന
പലതരം അധികാര ഘടനകളെ, അത് വീട്ടിനുള്ളിലെ ഗാർഹികമായ അധികാരഘടന ഒന്നാവാം, ജാതിപരമായ അധികാരഘടന, സമുദായത്തിൻ്റേതായ നിയന്ത്രണങ്ങൾ, സാമൂഹ്യമായ ദൃശ്യവും അദൃശ്യവുമായ നിയന്ത്രണങ്ങൾ, മതപരമായ നിയന്ത്രണങ്ങൾ, സാമ്പത്തികമായ പരാധീനതകൾ, സ്വത്തവകാശമില്ലായ്മ, രാഷ്ട്രീയ പാർട്ടികളിലെ പങ്കാളിത്തമുണ്ടെങ്കിൽ അതിലുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മ, സമൂഹത്തിൽ നിലനിൽക്കുന്ന സൗന്ദര്യവും ആരോഗ്യവും ശരീരവും ലൈംഗികതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും നിയന്ത്രണങ്ങളും ഇവയെല്ലാം ചേർന്നുകൊണ്ടാണ് സമൂഹത്തിൻ്റെ പല വിധത്തിലുള്ള പ്രതീക്ഷകൾ, കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചേർന്ന വളരെ സങ്കീർണമായൊരവസ്ഥയിൽ നിന്നുകൊണ്ട് ലിംഗപദവി ബന്ധങ്ങളെ തിരിച്ചറിയാനും ലിംഗപരമായ അസമത്വങ്ങളെ ഇതെങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുക വളരെ പ്രധാനമാണ്. ഇതിലെവിടെയാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്? ഈ ലിംഗപരമായ അസമത്വത്തിൻ്റേതായ മാറ്റങ്ങൾ പലപ്പോഴും ഒരു ഭാഗത്തു നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറുഭാഗത്തെത്തുമ്പോഴേക്കും വേറൊരർത്ഥം കൈവരുന്ന പോലെയുമാണ് പലപ്പോഴും ലിംഗപദവി ബന്ധങ്ങളെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരാറുള്ളത്, അതിൻ്റെ ഒരു ഫലം ഉണ്ടായി വരാറുള്ളത്. അപ്പം അത്രയും സങ്കീർണത നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള ഏത് ചർച്ചയിലും സാമൂഹ്യനീതി നിഷേധിക്കപ്പെടുന്ന ഓരോ വിഭാഗത്തിനുള്ളിലെയും സ്ത്രീകളുടെ അവസ്ഥ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു ജീവിതത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇവിടെ സഖാവ് ബിജു സംസാരിച്ചപ്പോൾ ഫെലോഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. നമുക്കെല്ലാം വ്യക്തിജീവിതത്തിൽ തന്നെ അറിയുന്നൊരു കാര്യമാണ്. ഓരോ ഫെലോഷിപ്പുകളും നിർത്തലാക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കുറയുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് വളരെ പ്രയാസപ്പെട്ട് ഗവേഷണത്തിലേക്ക് വരുന്ന സ്ത്രീകളെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10-20 ഒരു 10-15 വർഷത്തെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിച്ചാൽ അതിലെല്ലാം തന്നെ പെൺകുട്ടികളുടെ എണ്ണം കൂടി വരുന്നു. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇന്ത്യയിൽ ആകമാനം തന്നെ ആ ഒരു വർധനയുണ്ട്. കേരളത്തിലത് ആൺകുട്ടികളെക്കാൾ കൂടുതലാണ് എങ്കിൽ ഇന്ത്യയിൽ ആകമാനം തന്നെ ഈ ഒരു വർധന നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഗവേഷണ രംഗത്തേക്ക് വരുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരുന്ന പെൺകുട്ടികളുടെ ഇത് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ഇത്തരത്തിലുള്ള ഓരോ മാറ്റങ്ങളും, ഫെലോഷിപ്പ് ഇല്ലാതെ വരിക, മറ്റ് സംവിധാനങ്ങളില്ലാതെ വരിക, ഇവയെല്ലാം തന്നെ ബാധിക്കുന്നത് ഈ രംഗത്തേക്ക് വരുന്ന ഇതുവരെയും പ്രാതിനിധ്യം കിട്ടാത്ത സാമൂഹ്യ വിഭാഗത്തിലെ പെൺകുട്ടികളെയും കൂടിയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ, മറ്റുള്ള SC/ST വിഭാഗത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ, അങ്ങനെ പലരും ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി സ്പേസിലേക്ക് വരുന്ന പെൺകുട്ടികൾക്കാണ് പലപ്പോഴും ഇതിൻ്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പോളിസികളും പല രീതിയിൽ ഈ ഓരോ മേഖലയിൽ നിന്ന് വരുന്ന സ്ത്രീകളെയും ബാധിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഈ വളരെ ആദർശാത്മകമായ ചില സൃഷ്ടികളിലൂടെയും പ്രതീകവൽക്കരണങ്ങളിലൂടെയും ബിംബവൽക്കരണങ്ങളിലൂടെയും സ്ത്രീകളെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ളൊരു രാഷ്ട്രീയ അന്തരീക്ഷവും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് വളരെ മനോഹരമായ മുദ്രാവാക്യങ്ങൾ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ഇത്തരം മുദ്രാവാക്യങ്ങൾക്ക് പോസ്റ്റർ ഗേൾസായി പോലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഗുസ്തി താരങ്ങളൊക്കെ വളരെ വലിയൊരു പ്രശ്നത്തിന് വേണ്ടി തെരുവിൽ സമരം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിരോധാഭാസം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പ്രതീകാത്മകമായ രീതിയിൽ സ്ത്രീകളെ വളരെ മനോഹരമായി കാണിക്കുകയും ആ സ്ത്രീകളുടെ ഒരു പൊതു മാനക രൂപമായി ഇന്ത്യ ആകമാനം അംഗീകരിക്കപ്പെടുന്ന മാനക രൂപമായി ഹിന്ദു സ്ത്രീ പ്രതീകങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്നു. മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും അരികുവൽക്കരിക്കപ്പെടുന്ന ഈ പ്രതീകാത്മക ലോകത്ത് അരികിലേക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട സമരങ്ങൾ പോലും, സ്ത്രീകൾ നടത്തുന്ന സമരങ്ങൾ പോലും അംഗീകരിക്കപ്പെടാതെയും അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിനിധാനം ഉണ്ടാകാതെ പോവുകയും ചെയ്യുന്നു. ഏറ്റവും ഇപ്പോൾ NEPയെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു. NEPയുടെ ഒരു മുഴുവൻ ഡോക്യുമെൻറ്റും വായിച്ചാലും നമുക്ക് ഒരിടത്ത് പോലും സ്ത്രീ പഠനത്തെക്കുറിച്ച്, വിമൻ സ്റ്റഡീസ് അതിനെക്കുറിച്ചുള്ള ഒരു വാക്ക് പോലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല.
1984 മുതൽ ഇന്ത്യയിലെ നിരവധി സർവകലാശാലകളിൽ വളരെ പ്രാധാന്യത്തോടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു സ്ത്രീ പഠന വിഭാഗം. അതുമായി ബന്ധപ്പെട്ട ഗവേഷണവും വിദ്യാഭ്യാസവും കോഴ്സുകളുമെല്ലാം തന്നെ. എന്നാൽ NEP മുഴുവനായും പറയുന്നത് ജെൻഡർ സെൻസിറ്റൈസേഷനെ കുറിച്ച് മാത്രമാണ്. ഒരു അക്കാദമിക വിഭാഗം എന്ന നിലയിൽ സ്ത്രീ പഠനത്തെക്കുറിച്ചോ ഒന്നും ഈ NEPയുടെ ഡോക്യുമെൻ്റ് മുഴുവനും മൗനം പാലിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിലെ സ്ത്രീപഠന വിഭാഗങ്ങൾക്ക് ഉള്ള UGC സഹായം ലഭിക്കാതിരിക്കുകയോ വല്ലപ്പോഴും മാത്രം വളരെ പ്രയാസകരമായ രീതിയിൽ വളരെ കുറച്ച് ഫണ്ട് മാത്രം ലഭിക്കുകയോ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഒരു വിമർശനാത്മക പദ്ധതി എന്ന നിലയിൽ വിമൻ സ്റ്റഡീസിൻ്റെ അല്ലെങ്കിൽ സ്ത്രീവാദത്തിൻ്റെ ജെൻഡർ സ്റ്റഡീസിൻ്റെ ഒക്കെ തന്നെ പ്രാധാന്യത്തെ കുറയ്ക്കുകയും എന്നാൽ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു ക്ഷേമ പദ്ധതി എന്ന നിലയിലും മാത്രം ഇതിനെ നിലനിർത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള സമീപനമാണ് കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഉള്ള ഈ ഓരോ സംഗതികളും പരിശോധിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാകുന്നത് സ്ത്രീകളെ തുല്യമായ അവകാശങ്ങളുള്ള പൗരന്മാരായി കാണാനല്ല, മറിച്ച് അവരുടെ കുടുംബത്തിലെ പരമ്പരാഗത സ്ഥാനം എന്താണോ അതോട് ഒത്തുപോകുന്ന രീതിയിലുള്ള ഒരു രീതി മാത്രം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമീപനം. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താനാണ് കേരളത്തിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെയും അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ കേരളത്തിലെ സജീവമായ രീതിയിൽ ഒരു നിരന്തരമായി മുൻപ് പറഞ്ഞതുപോലെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഇടപെടലുകളുടെ ഒരു ഫലം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഏറെ മുന്നോട്ട് പോകാനുണ്ടെങ്കിലും ആ ഒരു വ്യത്യസ്തത പാലിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ ലിംഗപദവിയുമായി സംബന്ധിച്ച എല്ലാ ചർച്ചകളും ഈ ഒരു സങ്കീർണതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നതായിരിക്കണം നമ്മുടെ രാഷ്ട്രീയപരവും വ്യക്തിപരവുമായ ഒരു തിരിച്ചറിവ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. നന്ദി പ്രൊഫസർ മിനി സുകുമാർ. അടുത്തത് ഭീഷണമായ സാമ്പത്തിക അസമത്വം എന്ന വിഷയത്തിൽ പ്രൊഫസർ വികാസ് റാവൽ സംസാരിക്കും. ഐ ഇൻവൈറ്റ് പ്രൊഫസർ വികാസ് റാവൽ ഫ്രം JNU, Delhi to present his paper. First of all, let me thank the organizers for giving me this opportunity to be here on this very important occasion in memory of Comrade EMS. I would also like to extend my apologies for not being able to speak in Malayalam, of course, but I hope I'll be able to communicate the thoughts that I have. I have been asked to speak on the subject of economic inequalities in contemporary India. Before I get on to talking about various features of economic inequalities in India and try and at least to some extent talk about the structural causes of these inequalities, I would like to first give you a sense of scale. How unequal is our country? What is the scale of inequalities in India? India is in fact now widely recognized to be a country of exceptionally high levels of inequality. This was not recognized very long ago, but if you look at the recent literature, it is increasingly recognized that India is in fact a country of very, very high levels of inequality. The National Sample Survey Organization, which is
the premier sample survey organization of the government of India, does a survey once in a few years. It used to be once in 10 years, now it's done more frequently. It's called the All India Debt Investment Survey. It is a survey that collects data on indebtedness and assets of households. Now, if you look at the rural households in the last survey that was done for 2017-18, the top 10% households, their total wealth, their total assets are 200 times the assets of the bottom 10% households. So the top 10% rural households have 200 times the amount of wealth that the bottom 10% rural households have. The inequalities are much higher if you look at urban households. In the urban areas, top 10% urban households have 7,500 times the amount of assets that the bottom 10% urban households have. So the inequalities in urban areas are, and the inequalities are very high both in rural and urban areas, but inequalities in urban areas are exceptionally high. Now, in rural areas, about half of the households, this number varies depending on what survey you look at, but roughly half of the households, if you look at the recent surveys, do not own any agricultural land. So land is obviously the most important asset of rural households. In fact, if you take land and you take buildings, and by buildings, one mostly is talking about houses, these account for over 90% of total assets of rural households. Now, about half of the rural households do not have any agricultural land. So the extent of landlessness in India, rural India, is very high. It's been growing very sharply. A very sort of an increasing proportion of rural households do not have land. But if you look at the bottom 10% of rural households, they have more wealth than the bottom 10% of urban households. Now, this is primarily because most rural households have their own houses. And that gives them that's an important asset. On the other hand, that's not true for the poorest urban households. The urban households, the poorest among them literally have nothing. They're migrant urban households who have no house of their own, who are living in slums, who are living in fact, rented shanties in slums and so on. So they literally are almost entirely devoid of anything that may be called property. So as I said, land and buildings constitute about 90% of total wealth of rural households. Now, if you look at the distribution of these, in fact, if you look at the distribution of land in rural areas, as I said, there's a growing proportion of rural households that do not own land. But what is at the top, and this is often not recognized because most official surveys conceal the land concentration at the top end. But if you look at the National Family Health Survey, in fact, provides some interesting data on concentration of land at the top end of the distribution. You find that there are 0.2%, only 0.2% of rural households that own more than 30 hectares of land. 30 hectares would be 75 acres of land. So only 0.2% of rural households own more than 75 acres of land each. But these 0.2% of households account for more than 20% of total agricultural land. More than 20% of India's agricultural land is owned by these 0.2% of top landowners who own more than 75 acres of land each. Now, there is this very important body of work that has been created by Thomas Piketty and his group. They come out with this World Inequality Report every year.
the report recognizes that India is in fact among the countries that are among the most unequal countries, and they find that top 1% of India's population accounts for 33% of net wealth. By net wealth, they're talking about assets minus debt. So the net wealth that so 1% of India's population accounts for about a third of India's net wealth and about 22% of the income. The share of national income held by top 1% has increased from 11% in 1990 to about 22% in the recent years. Now, according to them, top 10% of individuals in India own 65% of net wealth. On the other hand, the bottom half, 50% of India's population, accounts for less than 6% of wealth and about 13% of total income. Now, this phenomenon, in fact, we've had very intense and interesting lectures since morning, and I think it's not unrelated to what we've heard so far during the day, that this aspect of increasing and very high inequality that you see in India is something that's part of a global trend of rising inequalities. The World Inequality Report points out that globally, the richest of the world have captured a disproportionate share of global wealth, the sort of growth of global wealth over the past several decades. The top 1%, they point out, took 38% of additional wealth accumulated since mid-1990s. So since mid-1990s, the total additional wealth that was generated globally, 1% of the richest captured 38% of it. So, and the bottom 50% got just 2% of the additional wealth that has been created. Now, this is the scale of inequality one's talking about globally, and that's the scale of inequality that one's talking about in India. Now, if you look at economic inequality, you could measure it either in terms of wealth, which is accumulated stock of wealth, or in terms of incomes, or in terms of consumption. Now, it is not difficult to understand that income inequality tends to be lower than wealth inequality, because wealth inequality is accumulated and compounded over years, the inequality in the flow of incomes. Similarly, inequality of consumption is obviously expected to be less than inequality of incomes, because the rich tend to save a greater share of their incomes. Now, in India, official surveys do not collect data on incomes, because getting reliable data on incomes is difficult. The survey, people tend to the rich in particular tend to understate their incomes more than they understate their consumption. And also, getting reliable estimates of incomes would require a much larger and more expensive surveys than the consumption. So in India, things like poverty, things like inequality have traditionally been measured using consumption surveys. But it is important to point out that we do not have an official consumption survey since 2011-12. The last survey for which data are available are for 2011-12, and Modi government has not allowed data after that to be released. There was in fact a consumption survey done in 2017 and 18, which which apparently, from what leaked out in the media, showed damning condition and an utter failure of economic policies of the Modi government, and therefore Modi government suppressed that report and did not allow it to be released. Most other surveys, and there is this recent survey done by a private agency called CMIE, tend to underestimate inequality simply because the poor are not adequately represented. But if you look at the CMI data, they show that the top 1% households account
10% of the income, while the bottom 50% account for 12 to 17%. So top 1% are roughly equal to bottom half as per the CMI survey. Now CMI survey obviously not only underrepresents, as I said, the poor, it obviously underrepresents also the rich, which in fact all surveys do. All surveys miss out on really the richest of the country. Adanis and Ambanis and so on are obviously not captured in the survey. Now, an important feature of economic inequalities in India is that these inequalities are systematically related to caste disparities in respect of ownership of assets, ownership of land, per capita consumption, incomes. Dalits, Adivasis and Muslims are systematically poorer than caste Hindus. This is something that's borne out literally by every survey. In fact, it's so widespread in the statistics that you sometimes tend to not see it because it's just there everywhere. These inequalities, these disparities are of course also reflected in disparities in respect of access to basic amenities, disparities in outcomes in respect of education, in access to health, in access to housing, toilets, water, everything. So caste disparities are something that really are an important facet of economic inequalities in India. If you look at average asset holdings of quote-unquote general category households, I'm just using that term loosely, but basically to refer to households that are neither SC nor ST nor OBC, their average asset holding was about 3 times the average asset holding of STs and SCs. And of course there is inequality within each of these groups. If you look at the proportion of landless households, that proportion is 20 percentage points higher among Dalits and Muslims than it is among the so-called general or caste Hindu households. So as I said, an important aspect of economic inequalities in India is that caste disparities, the systematic caste disparities in access to wealth and in ownership of wealth and in incomes and consumption and so on. The other important aspect is the gender disparities, and I didn't quite understand what Professor Mini Sukumar said, but I could understand that she was talking about gender inequalities. But if you look at gender inequalities, there are systematic disparities in levels of employment, there are disparities in wages, there are disparities in ownership of means of production. Women in rural India are essentially occupied only in agriculture, very little employment in non-agricultural occupations. There are systematic differences in access to salaried employment, government salaried employment, and so on. If you look at the World Inequality Report points out that women's share in labor income in India is just about 18%. That is, of the total labor income, women account for only 18% of labor income, and this is the worst in the world. No other country in the world has such a vast disparity in gender disparity in share of labor income. If you look at ownership of agricultural land, only 10% of India's households have agricultural land registered in name of women, either singly or jointly. All of that put together, barely 10% of India's rural households have agricultural land in name of women. There is also clear evidence that the period of COVID pandemic globally and in India was associated with increasing economic inequalities. A recent Oxfam India report showed that in India during the pandemic, that is between March 2020 and November 2021, the wealth of billionaires increased from 23 lakh crores, that is $313 billion US,
to 53 lakh crores, so roughly doubled in fact in dollar terms more than doubled to 700 billion, from 300 billion US dollars to 719 billion dollars. So there's a huge increase in concentration of wealth in the hands of the richest in India. Now, there is another aspect of inequality if you look at the rural and the urban, that in rural India, inequalities are primarily rooted in inequality in ownership of means of production. That is, landlords and big capitalist farmers control a disproportionate share of land in the population. And it would, while I'm talking about this, it would be appropriate to talk about the character of these richest sections of the rural society. They, as I said, control a disproportionate share in the land. They continue to do so. They continue to own the largest and the best lands in the villages. But, and their concentration, their control over land, the concentration of land in their hands has only increased over time. They have also considerably diversified the economic activities that they are engaged in. They are now, they control agricultural markets. They have a significant participation in real estate in the towns. They participate in transport sector, in agricultural marketing, in agricultural markets, and the entire sort of agro-processing are some of the activities in which the landlords have made significant sort of inroads. So they have continued to retain their dominance in the rural economy, but they have also sort of firmly established one foot in the growing urban economy, and sort of made sure that they have a significant sort of control there as well. They have a significant sort of they've established their feet in some of those activities as well. In urban areas, on the other hand, a significant share of the wealth of the rich is held in the form of non-productive assets, in particular the real estate. So non-productive real estate is a much greater share of the wealth of the urban rich as compared to the rural rich. Now, what does all this mean? I think there are two points I would like to make and end with that. One is that, as in fact has been pointed out by previous speakers and sort of very eloquently by Professor Patnaik in the morning, that such inequality is not conducive to economic growth, as this results in depressed demand and a crisis of overproduction in capitalism. So this sort of problem of the rich capturing a large share of income results in a situation that the income does not contribute to creating demand as it would if this income was accruing to the poor. A greater share of income was accruing to the poor. But I think more fundamentally, it's important to understand that economic inequality, seen in inequality of incomes or assets, are a creation of the economic order. These are created by the current economic order and sustain it in some way. There may also be specific conditions, specific moments in the history when they become a hindrance to the sustenance of the current economic order, but so far capitalism has found ways of surviving without, has found ways of overcoming these barriers without necessitating any fundamental transformation, and has managed to sort of
find ways of coming out of crisis created by this problem. It is therefore important that our analysis of economic inequalities is not merely limited to questioning how these inequalities are depriving a large mass of people from sharing the benefits of economic development, which is of course indeed the case. But that's not the only problem. The problem is that we should also question the limits and injustices associated with the current economic order. We also need to understand that this inequality is a fundamental aspect of capitalism, and policy prescriptions to lower inequality through tinkering within the capitalist system can only provide limited relief. Of course, it may be important, that such relief be provided. So one's not saying that sort of working or struggling to seek relief within the system is not important, and that's why we struggle for stronger social welfare systems even within the current system. But we also need to understand that some of the more radical measures that are being proposed, for example, imposition of a wealth tax, require a major transformation of the economic order. Such calls may be useful to rally people, to remind people of what is possible and what must be done. But we must not be under the illusion that more radical policy measures can be undertaken without the transformation of the economic order, that such obscene levels of economic inequality can be done away with it without bringing about a fundamental transformation of the current economic order. And that's why doing so through revolutionary change is perhaps the only way forward if we really want to see sort of fundamental change in the way people live their lives. Thank you very much. താങ്ക് യു പ്രൊഫസർ വികാസ് റാവൽ. 3 അവതരണങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. നന്ദി രേഖപ്പെടുത്തുന്നത് പ്രസിദ്ധീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ AC യാവുദ്ദീൻ. അസമത്വത്തെക്കുറിച്ചുള്ള ഈ 3ാമത്തെ സെഷൻ്റെ ചർച്ച വളരെ സാർത്ഥകമായി എന്നാണ് സംഘാടകരെന്ന രീതിയിൽ ഞങ്ങൾ കരുതുന്നത്. വളരെയധികം ഡാറ്റ ഇവിടെ പ്രസൻറ്റ് ചെയ്യപ്പെട്ടു. അത് എത്രത്തോളം അസിമിലേറ്റ് ചെയ്യപ്പെട്ടു എന്നതിനെക്കുറിച്ച് മാത്രമേ സംശയമുള്ളൂ. വൈകിയ വേളയിൽ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ പി കെ ഷാജന് നന്ദി രേഖപ്പെടുത്തുന്നു. അധ്യക്ഷത വഹിച്ച ശ്രീ രവീന്ദ്രനാഥ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. സാമൂഹ്യനീതിയെ സംബന്ധിച്ച നല്ലൊരു പ്രസൻറ്റേഷൻ നടത്തിയ CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ സഖാവ് ഡോക്ടർ BK ബിജുവിന് നന്ദി രേഖപ്പെടുത്തുന്നു. സാമ്പത്തിക അസമത്വത്തെ സംബന്ധിച്ച് വളരെ അധികം വിശദമായ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ് വികാസ് റാവലിവിടെ സംസാരിച്ചത്. JNU-ലെ പ്രൊഫസർ കൂടിയായ അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി സംഘാടക സമിതിക്ക് വേണ്ടി രേഖപ്പെടുത്തുന്നു. യു മേഡ് ആൻ എക്സലൻറ്റ് പ്രസൻറ്റേഷൻ. താങ്ക് യു. ലിംഗപരമായ അസമത്വത്തെ സംബന്ധിച്ച് പ്രൊഫസർ മിനി സുകുമാറും വ്യത്യസ്തമായ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് വിഷയങ്ങൾ അവതരിപ്പിച്ചത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർക്കും പ്ലാനിംഗ് ബോർഡ് മെമ്പറായ മിനി സുകുമാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും നേരത്തെ പങ്കെടുത്തവർ പോയവരുമായ എല്ലാവർക്കും സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും.